കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്യാവശ്യം അറിയുന്ന ഒരു കാര്യമുണ്ട്. രക്ഷാകർത്താക്കൾ അതുമായി ബന്ധപ്പെട്ടവർ അറിഞ്ഞിരിക്കണം താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ആ വിവേകം പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല. കേവലം ഒരു ചോദ്യത്തിൽ നമ്മൾ ഒതുക്കും. ഞാന് ഇതൊക്കെ ഉന്നതന്മാർ ചിന്തിക്കുന്ന വിഷയമാണ്, ആരോഗ്യ വിദഗ്ധന്മാർ ചിന്തിക്കുന്ന വിഷയമാണ്. ഞങ്ങളൊരു സാധാരണക്കാരല്ലേ, ഞങ്ങൾ അതൊക്കെ ചിന്തിച്ചിട്ട് എങ്ങനെയാണ് ചികിത്സിക്കാൻ കഴിയുക? അപ്പൊ അവർക്ക് വിട്ടുകൊടുക്കാം. ഈ ധാരണയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ കാൽസ്യം ഗുളിക കൊടുത്തു പറഞ്ഞത് സാധാരണ നമ്മുടെ ശരീരത്തിന് ക്ഷതം പറ്റുമ്പോൾ അല്ലെങ്കിൽ എണീറ്റ് നയിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമാണ് തേയ്മാനം. തേയ്മാനം എന്ന് പറഞ്ഞാൽ ഏതൊരു അവയവം ആയാലും അല്ലെങ്കിൽ ഒരു മെഷീൻ ആയാലും കൂടുതൽ പ്രവർത്തിക്കുന്നതോറും ഉണ്ടാകുന്ന ആ തേയ്മാനം ഈ കുട്ടിയുടെ ശരീരം കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് ആ തേയ്മാനം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് കേവല ബോധം നമുക്കുണ്ടായില്ല. നമ്മൾ കാൽസ്യം ഗുളിക കൊടുത്തു. ഈ കാൽസ്യം ഗുളിക ശരീരത്തിന്റെ സന്ധികളിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നതല്ല ശരീരത്തിൽ ഒരിക്കലും പിടുത്തം നിൽക്കില്ല. അപ്പൊ അത് തന്നെ നമുക്ക് ദോഷമാണ്. ഈ കാൽസ്യം ഗുളിക വിശപ്പില്ലായ്മ ഉണ്ടാക്കും, നെർവ് സിസ്റ്റം തളർച്ച ഉണ്ടാക്കും, അതുപോലെ ശരീരത്തെ മുഴുവൻ തന്നെ സജീവമാക്കും എന്ന് പറഞ്ഞാൽ വില്ലൻ അത് മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ ഞാൻ കണ്ടില്ല, കാണാൻ കണ്ടതിന് ശേഷം ഞാൻ നോക്കാം. നോക്കിയിട്ട് എനിക്ക് പറയാനുള്ള ഒരാഴ്ചത്തെ ഞാൻ ദ്രോഹിക്കുകയല്ല. മറ്റിതെല്ലാം ദ്രോഹമാണ്. അവിടെ എടുത്തുകൊണ്ട് പോകുന്നു, ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നു, പറയുന്നു, എല്ലാം ചെയ്ത് ഏതാണ്ട് ഇത്രയും നാൾ ആ ശരീരം പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് മെച്ചമാണെന്നേ ഞാൻ പറയും. മനസ്സിലായി? ഇനി ആ ശരീരത്തിന് എന്ത് പറയാനുണ്ടെന്ന് നമുക്ക് കാത്തു വെക്കാം, കണ്ണു നോക്കുന്നത് കാണാൻ നോക്കാം. ലേശം, അതായത് വളരെ ലളിതമായി ആ ശരീരത്തിന് ദോഷകരമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഒട്ടും ദോഷകരമല്ലാത്ത ഹിതകരമായ, അതായത് ഉറങ്ങി വല്ലാതെ അസ്വസ്ഥനായി എന്തെങ്കിലും ഭയന്ന് നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ കെട്ടിലേക്ക് അച്ഛൻ ചെന്നിട്ട് മോനെ കുഞ്ഞെ പേടിച്ചോ അച്ഛനുണ്ട് എന്ന് പറയുന്ന സാന്ത്വനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. മരുന്നുകൾ, പച്ചമരുന്നുകൾ അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നുണ്ട്. കൂടുതൽ സമയമൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, കൂടുതൽ സമയമൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒരാഴ്ച പച്ചമരുന്ന് എന്നല്ല ഞാൻ പറയുന്നത്. അതല്ലേ ഓക്കെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്താൽ പിന്നെ ഒരാഴ്ച അതിന്റെ ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ട് മാത്രം തന്നെ വിളിച്ചു. ഞാൻ അങ്ങനെ പിന്നെ ഈ കേസ് ഞാൻ യാചിച്ച് വാങ്ങുന്നതല്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്ന സ്വർണ്ണങ്ങൾ ഞാൻ പലർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 27 രോഗികളുണ്ട്. അത് സുരേഷിന് അറിയാവുന്നതുകൊണ്ടാണ് ഈ കേസ് എന്നോട് റെഫർ ചെയ്തത്. അപ്പൊ ഈ 27 രോഗികളെ ഞാൻ തേടിപ്പോയതല്ല, എന്നെ തേടി വന്നതാണ്. ഇപ്പൊ ഏത് സമയം ഞാൻ വിളിച്ചാലും എന്റെ പ്രശ്നം വന്ന് പച്ച നൽകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന 27 രോഗികൾ. അപ്പൊ ഇവർക്കൊക്കെ ചെയ്തതുപോലെ അതെന്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ധർമ്മമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ വരദാനം പോലെ ആരോഗ്യം കൊണ്ടുകൊടുത്ത് പതൊക്കെ തട്ടി വിളിക്കാൻ പറ്റും. ഞാനൊരു ഉപകരണം നിമിത്തം മാത്രമാണ്. അതിനങ്ങനെയാണെങ്കിൽ നമുക്ക്